നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ഈ സമയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ വിവരം വന്നത്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എപ്പോഴുണ്ടാകും എന്ന ആകാംക്ഷയാണ്. ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചനകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്നതാണ് സാഹചര്യം. എന്തായാലും കേസെടുത്തിരിക്കുന്നു. ഈ വിഷയത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലേക്ക് പോകുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എപ്പോഴെന്ന ചോദ്യം ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂറിൽ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ ഫോക്കസ് വാർത്തകളിലേക്ക്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കാര്യത്തിലാണിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, പെൺകുട്ടിയുടെ മൊഴിയുടെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ വളരെ ക്രൂരമായ ഇടപെടലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ആദ്യം വലിയമല സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിലാണ്. ഇന്നലെ തന്നെ MLA ഓഫീസ് പൂട്ടിയിറങ്ങിയ രാഹുൽ നാട് വിട്ടിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അറസ്റ്റിനെ ഭയന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത് എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. അതേസമയം ഒളിയിടത്തിൽ ഇരുന്നു കൊണ്ട് ജാമ്യത്തിനുള്ള നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതുവരെ ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമുക്ക് വിശദമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കാം. ഈ കേസിൽ അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിന്റെ FIR-ൽ പറയുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാമർശങ്ങൾ അടങ്ങിയതാണ് ഈ FIR. ഈ FIR-ന്റെ പകർപ്പ് ന്യൂസ് 8-ന് ലഭിച്ചിട്ടുണ്ട്. 2025 മാർച്ച് 17-ന് യുവതിയെ ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതായി ഈ FIR-ൽ പറയുന്നു. 2025 ഏപ്രിൽ 22-ന് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ പീഡിപ്പിച്ചു. 2025 മെയ് അവസാന വാരം പാലക്കാടുള്ള MLA-യുടെ ഫ്ളാറ്റിൽ വെച്ചും പീഡനം നടന്നു. 2025 മെയ് 30-ന് ഗർഭഛിദ്രത്തിന് വേണ്ട ഗുളികകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്ത് വഴി കൈമാറി. MLA-യുമായുള്ള ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഈ FIR-ൽ പറയുന്നു. അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ FIR-ൽ പറയുന്നത്. ഗർഭഛിദ്രം നടത്താൻ രാഹുൽ സുഹൃത്ത് വഴിയാണ് ഈ ഗുളിക എത്തിച്ചത്. അത് പെൺകുട്ടി കഴിക്കുന്നുണ്ട് എന്ന് വീഡിയോ കോളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പുവരുത്തുകയും ചെയ്തു എന്നതാണ് ഈ FIR-ൽ പറയുന്നത്. ഗുളിക കഴിച്ച ശേഷം ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളാണ് ഈ യുവതി നേരിട്ടത്. അങ്ങനെ ശാരീരിക പ്രശ്നങ്ങൾ ധാരാളം അനുഭവിച്ചതിന്റെ കെടുതികൾ ഉൾപ്പെടെ ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരു സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിനെയാണ് ഈ പെൺകുട്ടി സമീപിച്ചത്. അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സുഹൃത്തിനുമെതിരെ, ഈ ഗുളിക എത്തിച്ച സുഹൃത്തിനുമെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന സാഹചര്യം. അടൂർ സ്വദേശിയായ സുഹൃത്ത് ജോബി ജോസഫിനെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഗർഭഛിദ്രത്തിന് ഗുളിക എത്തിച്ച് നൽകിയ കേസിലാണ് ഈ സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അശാസ്ത്രീയവും നിർബന്ധിതവുമായ ഗർഭഛിദ്രമാണ് രാഹുലിനെതിരായ പ്രധാനപ്പെട്ട കുറ്റം. ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തിയെന്നതാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. കുട്ടി ഉണ്ടായാൽ തന്റെ രാഷ്ട്രീയ ഭാവി നശിക്കും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഗുളിക നൽകി അത് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ലൈംഗികാതിക്രമം നടത്തിയെന്ന അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ലാത്തതുൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഓരോ വകുപ്പും കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയും എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ BNS 62(2)F അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ബലാത്സംഗം എന്ന വകുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നു. BNS 64(2)M ആവർത്തിച്ചുള്ള ബലാത്സംഗം. ഈ മൂന്ന് കാര്യങ്ങളും, ഈ മൂന്ന് കുറ്റങ്ങളും, ഒപ്പം തന്നെ BNS 2H ഗർഭിണിയാകുമെന്ന അറിവോടെയുള്ള ബലാത്സംഗം, ഇത് മൂന്നും ജാമ്യമില്ലാത്ത കുറ്റമാണ്. ജാമ്യമില്ലാത്ത കുറ്റം എന്നതിനൊപ്പം തന്നെ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഗൗരവം, ഈ കേസിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാകും. 3 ജാമ്യമില്ലാ കുറ്റം, അതിനൊപ്പം തന്നെ
BNS 89 നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ ജാമ്യമില്ലാ കുറ്റമാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. BNS 316 വിശ്വാസവഞ്ചന 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയിരിക്കുന്നു. BNS 351 ഭീഷണിപ്പെടുത്തൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. BNS 329 അതിക്രമിച്ചു കടക്കുക 3 മാസം വരെ തടവും പിഴയും ലഭിക്കാം. ഈ പെൺകുട്ടിയുടെ വസതിയിൽ അതിക്രമിച്ചു കടന്നത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു. BNS 116 കഠിനമായ ദേഹോപദ്രവം ഈ പെൺകുട്ടിയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അങ്ങനെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വൈകിട്ടോടെയാണ് പെൺകുട്ടി പരാതി നൽകിയ വിവരം പുറത്തുവരുന്നത്. ഇന്നലെ പാലക്കാട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. കണ്ണാടി പഞ്ചായത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ പരാതി നൽകിയെന്ന വിവരം വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഓഫീസ് പൂട്ടി ഇറങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തന്റെ ഔദ്യോഗിക വാഹനം മാറ്റി മറ്റൊരു സുഹൃത്തിന്റെ വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. നമ്മൾ ഇന്നലെ ഇതേ സമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് പൂട്ടിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നേരം വൈകുന്നേരത്തിൽ ഉൾപ്പെടെ കണ്ടതാണ്. ഓഫീസ് പൂട്ടി അപ്പോൾ മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പിന്നീട് ആർക്കും ഒരു വിവരവുമില്ല. ഇന്ന് 2 ഓഫീസ് സ്റ്റാഫുകൾ എത്തി ആ ഓഫീസ് ഒന്ന് തുറന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നത് അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഔദ്യോഗിക വാഹനം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടില്ല. ഇന്ന് 2 തവണ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഓൺ ആകുന്നു. പിന്നീട് ഉടൻ തന്നെ സ്വിച്ച് ഓഫ് ആകുന്ന സാഹചര്യമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നാട് വിട്ടിരിക്കുകയാണ്. ഒരു അറസ്റ്റ് ഭയന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെ ജനങ്ങളെ ഉപേക്ഷിച്ച് നാട് വിട്ടിരിക്കുന്നു. തനിക്ക് കാല് കുത്തി നടക്കാൻ പറ്റുമെങ്കിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനെത്തും എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാലുപയോഗിച്ച് ഓടി മറഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, ഒളിച്ചോടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തമിഴ്നാട് കടന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. കോയമ്പത്തൂരിൽ ഉണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ 2 തവണ ഓൺ ആയതുകൊണ്ട് തന്നെ പോലീസിന് അത് ട്രാക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത് കർണാടകയിലെ ഒരു പ്രമുഖ നേതാവിന്റെ ഫാം ഹൗസ് ഉള്ള സ്ഥലമാണ് എന്നതൊക്കെ വാർത്തകളായി വരുന്നുണ്ട്. എത്രമാത്രം അതിലൊക്കെ കൃത്യതയുണ്ട് എന്നത് അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു കർണാടകത്തിലെ പ്രധാനപ്പെട്ട നേതാവിന്റെ ഫാം ഹൗസിൽ ഒളിച്ചിരിക്കുന്നു രാഹുൽ എന്നതിന്റെ സൂചനകളൊക്കെയാണ് വരുന്നത്. എന്തായാലും അങ്ങനെ ഒളിച്ചോടിയിരിക്കുകയാണ് രാഹുൽ. അതിന് അവിടെ നിന്ന് വിദേശത്തേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളോ സാധ്യതകളോ പ്രയോജനപ്പെടുത്തുമോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് കടക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് അതിലൂടെ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചോടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇരുന്ന് മുൻകൂർ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുകയാണ്. നേരത്തെ തന്നെ അഭിഭാഷകനുമായി ആശയവിനിമയങ്ങൾ തുടങ്ങിയിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അഭിഭാഷകൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംസാരിച്ച് നമ്മൾ കേട്ടതാണ്. ഏതൊക്കെ തരത്തിലാണ് ന്യായീകരണങ്ങൾ നിരത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് തനിക്ക് പെൺകുട്ടിയുമായി ദീർഘകാലത്തെ സൗഹൃദമുണ്ടായിരുന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും നിഷേധിക്കുകയാണ്, മറ്റെല്ലാ വിധത്തിലുള്ള ആരോപണങ്ങളും നിഷേധിക്കുകയാണ്. ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുന്നു. ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. പെൺകുട്ടിയോടുണ്ടായിരുന്നത് സൗഹൃദമാണ് എന്നതാണ് പറയുന്നത്. എന്തായാലും ഈ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി ഈ പെൺകുട്ടിയുടെ പരാതി വന്നതിന് ശേഷം വന്നിട്ടുള്ള ഏക റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു സമൂഹ മാധ്യമത്തിൽ ഇട്ട പോസ്റ്റ് മാത്രമാണ്. കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളിടത്തോളം കാലം നിയമപരമായി നേരിടും എന്നതാണ്, സത്യം ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് അവസാനിച്ചത്. ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പക്ഷേ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഒരു അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. ഇങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. ഒരു അറസ്റ്റ് ഒഴിവാക്കുക എന്നതാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ശ്രമവും. അതിലാണ് ദീർഘകാലമായി ഒരു സൗഹൃദ ബന്ധം മാത്രമാണ് ഈ പെൺകുട്ടിയോട് ഉള്ളതെന്ന് പറയുന്നു. പീഡനാരോപണം നിഷേധിക്കുന്നു. ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ മൂവ് ചെയ്തിരിക്കുന്നത്. പ്രത്യേക സംഘമാണ് എന്തായാലും ഈ കേസ് അന്വേഷിക്കുക. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. DCPയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാകും സംഘം. വേണമെങ്കിൽ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ കൂടി ഉൾപ്പെടുത്താനുള്ള സാഹചര്യവും ഉണ്ട് എന്നതാണ് അറിയുന്നത്. ഈ നേമം സ്റ്റേഷൻ പരിധിയിലാണ് കുറ്റകൃത്യം നടന്നത് എന്നുള്ളതുകൊണ്ടാണ് നേമം സ്റ്റേഷനിലേക്ക് ഈ FIR കൈമാറിയിരിക്കുന്നത്.
സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും ഈ അന്വേഷണം നടത്തുക എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ADGP ആയിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കുക. യുവതിയുടെ രഹസ്യ മൊഴിയെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന മൊഴി അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. അത് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുക എന്ന ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ രാഹുലിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനകൾ കൂടി വരുന്നു. രാഹുൽ എവിടെയുണ്ട് എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ട്രാക്ക് ചെയ്യുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനകളാണ് വരുന്നത്. മുൻകൂർ ജാമ്യം നേടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കും എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷവും രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകാം എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും ഇതുവരെ തനിക്കെതിരെ പരാതിയില്ല എന്ന് പറഞ്ഞ് എല്ലാം നിഷേധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെങ്കിൽ ആ പരാതി ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അതിൽ കേസെടുത്തിരിക്കുന്നു. അതിന്റെ FIR പുറത്തു വരുമ്പോൾ അതിൽ അതിഗുരുതരമായ കാര്യങ്ങളാണ് ആരോപിക്കുന്നത്. അതിക്രൂരമായാണ് ആ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാവുകയാണ്. പൊതുസമൂഹത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയേണ്ടുന്ന സമയമാണിത്. ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും മാധ്യമങ്ങളെ പഴിചാരുകയും മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങൾ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതിഗുരുതരമായ ഈ പരാതി പുറത്തു വരുമ്പോൾ, അത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ നിയമത്തിന് മുന്നിൽ നിന്ന് പോലും ഓടി ഒളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. താൻ ഒരു MLA ആണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ട് പോലും, അല്ലെങ്കിൽ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ട് പോലും രാജിവെക്കാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കേസെടുത്ത സാഹചര്യത്തിൽ ഒളിവിൽ പോയിരിക്കുന്നു എന്നതാണ് ചിത്രം. രാഹുൽ ഇപ്പോൾ ഒളിവിലാണ്. രാഹുലിന്റെ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാകും എന്ന വിവരമാണ് വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് നിമിഷവും അറസ്റ്റിലാകും എന്ന ഈ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് നിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട യുവമുഖം, അവരുടെ യുവജന സംഘടനയെ നയിച്ചിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റ് ഭയക്കുന്നത്. ആ അറസ്റ്റ് ഭയന്ന് നാട് വിട്ടു പോകേണ്ടുന്ന, ഒളിവിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം വന്നിരിക്കുന്നത്. നോക്കൂ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പരാതികൾ ലഭിച്ചിരുന്നതാണ്. അതിന്റെ ഗ്രാവിറ്റി എത്രയെന്നത് പാർട്ടി തന്നെ മനസ്സിലാക്കിയതാണ്. കൃത്യസമയത്ത് എന്തായാലും നേതൃത്വം ഇടപെടുകയും അതിൽ ചില നടപടികൾ എടുക്കാനും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞതാണ്. പക്ഷേ ആ നടപടികൾ എടുത്തതിന് ശേഷം ആ നടപടികൾ പ്രാവർത്തികമാക്കാൻ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു പോയി. ആ പരാജയം ഇപ്പോൾ ആ പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിയും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ അതിന്റെ എല്ലാ കെടുതികളും അനുഭവിക്കേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് എടുത്ത തീരുമാനങ്ങൾ, എടുത്ത നടപടികൾ നടപ്പിലാക്കാൻ ആ പാർട്ടിക്ക് കഴിയാതെ പോയതുകൊണ്ടാണ്. എല്ലാ നേതാക്കളും ആ തീരുമാനത്തിനൊപ്പം ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണ്. അതിനപ്പുറം ചില ശക്തികൾ ആ തീരുമാനം അട്ടിമറിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിലപാട് പറഞ്ഞ നേതാക്കന്മാരെയും സ്ത്രീകളെയും വനിതാ നേതാക്കളെയും ഉൾപ്പെടെ അപഹസിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രമിച്ചും അവരെ പിന്തിരിപ്പിച്ച് മറ്റൊരു തരത്തിൽ ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമം നടന്നപ്പോൾ അതിന് മുന്നിൽ കോൺഗ്രസ് പാർട്ടി മുങ്ങിപ്പോവുകയായിരുന്നു. അവർക്ക് എടുത്ത തീരുമാനം നടപ്പാക്കാൻ പറ്റാതെ പോവുകയായിരുന്നു. അതിന്റെ വില കൊടുക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. പക്ഷേ നോക്കൂ, ഈ ഘട്ടത്തിലും അതിഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുമ്പോൾ, അത്തരമൊരു FIR രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഉണ്ടാകുമ്പോൾ പോലും കോൺഗ്രസിൽ രണ്ട് തട്ടിലാണ് നേതാക്കൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അവിടെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സജീവമായിരുന്നു. പാർട്ടി പരിപാടികളിൽ പുറത്താക്കപ്പെട്ട ഒരു നേതാവ് പങ്കെടുക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടുവരികയായിരുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിച്ചതിന്റെ വിലയാണ് ഇപ്പോൾ കോൺഗ്രസ് കൊടുക്കേണ്ടി വരുന്നത്. ആ ഘട്ടത്തിലും നേതാക്കൾ രണ്ട് തട്ടിൽ അഭിപ്രായം പറയുന്നു. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. ഒപ്പം രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന നേതാവും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശക്തമായ നിലപാടുകളാണ് എടുത്തത്. പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം അത് ആരെതിർത്താലും അതിന്റെ മുന്നിൽ ഒരു
ചാഞ്ചല്യവും ഉണ്ടാകില്ല എന്നത് വി.ഡി. സതീശൻ വ്യക്തമാക്കിയതാണ്. കടലുപോലെ ഇരച്ചു വന്നാലും ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ല എന്നതാണ് വി.ഡി. സതീശൻ എടുത്തിരുന്ന നിലപാട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നേരിടേണ്ടി വന്ന വ്യക്തിയും വി.ഡി. സതീശനാണ്. വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് വി.ഡി. സതീശന് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തത് കൊണ്ട് തന്നെ നേരിടേണ്ടി വന്നത്. ആ വി.ഡി. സതീശൻ ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ സംഭവം വന്നപ്പോൾ ഇന്നലെ പക്ഷേ അദ്ദേഹം പ്രതികരിക്കാതെയാണ് മടങ്ങിയത്. ഇന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടുതലായി ഈ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല. പറഞ്ഞ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഇന്ന് ആ വിഷയത്തിൽ കുറച്ചുകൂടി മനസ്സ് തുറക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, തനിക്ക് ഇതിലും കടുത്ത നിലപാടുണ്ടായിരുന്നു, ഇതിലും കടുത്ത നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കണമെന്ന അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് എന്നതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന നടപടികൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, ഒപ്പം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് മാക്സിമം നടപടി എന്ന് പാർട്ടി തന്നെ വിശദീകരിക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഇതിലും കടുത്ത നടപടി വേണം എന്നതായിരുന്നു തന്റെ നിലപാട്. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെ MLA സ്ഥാനം രാജിവെപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അതിലൊരാൾ താനാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ്. ആ രമേശ് ചെന്നിത്തല ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ കൂടുതലായി ഒന്നും അദ്ദേഹത്തിന് പറയാൻ വയ്യ. അദ്ദേഹം പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പറയാനുള്ളതൊക്കെ താൻ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇനി അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. അതായത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ചെന്നിത്തലയുടെ നിലപാട്. അത് എല്ലായ്പ്പോഴും രമേശ് ചെന്നിത്തല ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും രമേശ് ചെന്നിത്തല ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിന്റെ വഴിക്കുമോ, ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. ഇതേ സംബന്ധിച്ച് ആദ്യം മുതൽ ഞാനൊരു നിലപാടെടുത്ത ആളാണ്. അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ഇപ്പോൾ വി.ഡി. സതീശൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വി.ഡി. സതീശൻ ഒരു കാര്യവും ഈ കാര്യത്തിൽ ഇന്നലെ മുതൽ പ്രതികരിച്ചിട്ടില്ല എന്നത്. ഇപ്പോൾ ഒരു സ്വകാര്യ ചടങ്ങിൽ, സ്വകാര്യ പരിപാടിയുടെ വേദിയിൽ വി.ഡി. സതീശൻ തന്റെ നിലപാട് ആവർത്തിക്കുകയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പറഞ്ഞ വാചകങ്ങൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അറബിക്കടൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റം വരുത്തില്ല. രാഷ്ട്രീയത്തിൽ ഇമോഷന് പ്രാധാന്യമില്ല. കൂടുതൽ ചോദ്യങ്ങൾക്ക് നോ കമന്റ്സ് എന്ന് വി.ഡി. സതീശൻ മറുപടി പറഞ്ഞിരിക്കുകയാണ്. അതായത് അറബിക്കടൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റമില്ല എന്ന് അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും വി.ഡി. സതീശൻ ആവർത്തിക്കുന്നു. അത് വളരെ വ്യക്തമായ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ്, പാർട്ടി ആലോചിച്ചെടുത്ത തീരുമാനം എന്നതാണ് വി.ഡി. സതീശൻ അന്ന് പറഞ്ഞത്. അതുതന്നെയാണ് വി.ഡി. സതീശൻ ഇന്നും പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് വിട്ടുപോയത് മറ്റു ചില നേതാക്കളാണ്. ഈ വിഷയത്തിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം ശക്തമായ നിലപാടെടുത്ത വ്യക്തി കെ മുരളീധരനായിരുന്നു. കെ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് സമാനമായ നിലപാടാണ് എടുത്തിരുന്നത്. ഇന്നലെയും കെ മുരളീധരൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഈ കേസെടുത്ത നടപടികൾ എങ്ങനെ പോകുന്നു എന്ന് നോക്കട്ടെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ നടപടികൾ ആവശ്യമായി വരും എന്ന സാഹചര്യം പോലും സൂചിപ്പിച്ചിരുന്നു കെ മുരളീധരൻ. കെ മുരളീധരൻ ഇപ്പോഴും സമാനമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കുറ്റാരോപിതനെ പാർട്ടി സംരക്ഷിക്കില്ല എന്ന് പറയുന്നു. പെട്ടെന്നൊരു കേസുമായി വന്നത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം അതിന് പിന്നിൽ എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഒരേ സമയം പാർട്ടിയെ പ്രതിരോധിക്കുകയും അതേസമയം രാഹുലിനെ പൂർണ്ണമായും തള്ളുകയും ചെയ്യുകയാണ് കെ മുരളീധരൻ. ഈ മൂന്ന് നേതാക്കളാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത്. കെ മുരളീധരന്റെ കൂടി പ്രതികരണം കേൾക്കാം. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. പാർട്ടി നേതാക്കളുമായിട്ട് വേദിയും പങ്കിടുന്നില്ല. ഇനി കുറെ കൂടെ സൂക്ഷ്മമായിട്ട് തന്നെ പാർട്ടി ഇക്കാര്യം കൈകാര്യം ചെയ്യും. എങ്ങനെ പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാവും? അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ സംരക്ഷണം ഒരുക്കേണ്ട അദ്ദേഹം തന്നെയാണ്. പാർട്ടിക്ക് അതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പിന്നാലെ തന്നെ MLA ആയിട്ടുള്ള ഒരാള് ഒളിവിൽ കഴിയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത ഒരാൾ ഒളിവിലാണോ നേരിട്ടാണോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. സസ്പെൻഡ് ചെയ്തു. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായി രാഹുലിനെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കുകയാണ്. ശക്തമായ നടപടി എടുത്തിട്ടും ആ നടപടികളൊക്കെ വെള്ളത്തിലാക്കുന്നതല്ലേ അത്തരത്തിലുള്ള? ഒരു വെള്ളത്തിലുമില്ല. പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ട KPC പ്രസിഡന്റാണ്. അതാണ് ഫൈനൽ. അതിന് എതിരായിട്ട് തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിന് മാത്രമേ അവകാശമുള്ളൂ. ഹൈക്കമാൻഡും ഈ തീരുമാനത്തിന് 100% അംഗീകരിച്ചിട്ടുണ്ട്.
പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ അക്കാര്യം വളരെ വ്യക്തമായി പ്രതികരണമാണ് കേട്ടത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഇതിനെ നേരിടുക എന്നത് കെ മുരളീധരൻ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റുന്ന സാഹചര്യം കോൺഗ്രസിനാകെയും നേതാക്കൾക്കാകെയും ഉണ്ടായിരുന്ന ഒരു അവസ്ഥയെയാണ് ചില നേതാക്കളുടെ പരാമർശങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലേക്ക് ആ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വരുത്തിയ വിനയാണ് ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. രാഹുൽ താൻ കുഴിച്ച വടി കൊടുത്ത് അടി വാങ്ങിയതാണ് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരെ കോൺഗ്രസുകാരായി കാണാനാകില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. ഇരയെ ഒരു കാരണവശാലും ഇരയ്ക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല. ഈ ഇരയെ പ്രകോപിപ്പിച്ച് നിരന്തരം വെല്ലുവിളിച്ച് പരാതി നൽകുന്ന സ്ഥിതി ഉണ്ടാക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ചെയ്തതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിലയിരുത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്നും ആരോപണം വളരെ ഗൗരവമാണെന്നും കണ്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത്, അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടത്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അപ്പോൾ സമാനതകളില്ലാത്ത ഒരു തീരുമാനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പ്രതിപക്ഷ നേതാവും കൈക്കൊണ്ടത്. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഇരയെ ആക്രമിച്ച് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് ആ ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം രാഹുലിനല്ലാതെ മറ്റാർക്കുമില്ല. രാഹുലിനല്ലാതെ മറ്റാർക്കും അതിന്റെ ഉത്തരവാദിത്തം ഇല്ല എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയത്തിൽ കെ സി വേണുഗോപാലിന്റെ വലിയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. കെ സി വേണുഗോപാൽ, ഷാഫി പറമ്പിൽ എന്നിവരുടെ സംരക്ഷണയിലാണ് രാഹുൽ വീണ്ടും പാർട്ടിയിൽ സജീവമായത് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. കെ സി വേണുഗോപാൽ പക്ഷേ മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് നേതാക്കളിൽ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ് എന്നതാണ്. പാർട്ടി സസ്പെൻഡ് ചെയ്ത ആൾ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാണ് തന്റെ നിലപാട് എന്നതുകൂടി കെ സി വേണുഗോപാൽ പറയുന്നു. കാര്യങ്ങൾക്ക് നിയമത്തിൻ്റെതായ വ്യവസ്ഥയുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. നിയമപരമായിട്ടുള്ള നടപടി രാജ്യത്ത് നിയമം നടപ്പിലുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിന്റെ വഴിയിൽ തന്നെ പോട്ടെ. ഈ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത്. അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും കടുത്ത നടപടിയാണ്. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും. നിയമസഭ നടന്നപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിന്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. സമാനമായ ആരോപണം മറ്റു പാർട്ടികളിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനതിന്റെ വിശദാംശങ്ങൾ കാണണ്ട. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, ബാക്കി കാര്യങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. ബാക്കി കാര്യങ്ങൾ പാർട്ടി പ്രദേശ് കമ്മിറ്റിയാണ് സ്വീകരിക്കേണ്ടത് എന്നതുകൂടിയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നോക്കൂ, ഈ വിഷയത്തിൽ ഇപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ സംസാരിക്കുന്ന നേതാക്കളാണ് കോൺഗ്രസിന്റെ വലിയ ശാപം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചവരിൽ അടൂർ പ്രകാശ് വീണ്ടും രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് രാഹുലിനെ തള്ളിപ്പറയാതെ രംഗത്തെത്തിയിരിക്കുന്നതാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും പറയാത്ത സിദ്ധാന്തങ്ങൾ ഇതിൽ ആവിഷ്കരിച്ചത് അടൂർ പ്രകാശാണ്. AI ഉപയോഗിച്ച് ഈ ഘട്ടത്തിൽ ഏത് സംഭാഷണം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം എന്നതായിരുന്നു അന്ന് അടൂർ പ്രകാശ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇന്ന് അടൂർ പ്രകാശ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ LDFന് എപ്പോഴും ഇതുപോലെയുള്ള ഇരകളെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന പരോക്ഷമായി ഇരയെപ്പോലും ഈ അതിജീവിതയെപ്പോലും അപഹസിക്കുന്ന പരാമർശമാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നുകൂടി അടൂർ പ്രകാശ് ഇക്കാര്യത്തിൽ പറയുന്നു. അപ്പോൾ രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ടും ഇതിൽ മറ്റ് സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടാണ് അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ ഇന്നും സ്വീകരിച്ചത്.
മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെണിയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്നും മോഷണം നടത്തിയിട്ട് ആ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിരവധി നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഇതൊക്കെ ഒന്ന് വഴി മാറ്റിവിടുന്നതിന് വേണ്ടി ഒരു പുതിയ തന്ത്രം മെനഞ്ഞിരിക്കുകയാണ്. ആ തന്ത്രത്തിൽ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുള്ളവരാണ്. ആ അഭിപ്രായങ്ങൾ ഞാൻ ഇന്നലെയും തുറന്നു പറഞ്ഞതാണ്. ആ വ്യക്തമായ അഭിപ്രായമുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം കാണേണ്ടതായിട്ടുള്ളത്, എല്ലാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യമാണ്. ഏത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലായാലും വളരെ നിരുത്തരവാദപരമായ പരാമർശമാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്ന് ഇന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. സമാനമായിരുന്നു, രാഷ്ട്രീയ പ്രേരിതമാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആക്ഷേപിക്കുന്നു. ഒപ്പം VK ശ്രീകണ്ഠനും രാഹുലിനെ തള്ളാതെ രംഗത്ത് വരികയാണ്. ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ എന്ന ചോദ്യത്തിന് പോലും മറുപടി പറയാതെയാണ് VK ശ്രീകണ്ഠൻ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയ കാര്യങ്ങൾ പോലും ഒരു തരത്തിൽ ന്യായീകരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ തനിക്ക് പാർട്ടി ആരെയും ഇതൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല എന്ന തരത്തിൽ അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ VK ശ്രീകണ്ഠൻ രംഗത്ത് വരുന്നത്. അങ്ങനെ ചില നേതാക്കൾക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല. ആരാണ് രാഹുൽ എന്ന് മനസ്സിലാകാഞ്ഞിട്ടാണോ അതല്ലെങ്കിൽ ഇതൊക്കെ വളരെ സ്വാഭാവികമായ കാര്യങ്ങളായിട്ടാണോ ഈ നേതാക്കൾ കാണുന്നതെന്ന് സംശയം തോന്നും അവരുടെ പ്രതികരണം കേട്ടാൽ. ആ സമയം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കണം എന്നുള്ള പ്ലാനോട് കൂടി അവരിങ്ങനെ കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിൻ്റെ തൊട്ട് അടുത്ത തലേ ആഴ്ചയിൽ അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനുള്ള പോംവഴി എന്താ? അവർ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിയമപരമായ വഴി, നിയമത്തിൻ്റെ വഴിയിൽ, കാരണം ഗവൺമെൻറ് ഒരു വഴി കാണിച്ചു കൊടുത്തു, എന്താ നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന്. ആ വഴിയിൽ തന്നെയാണ് പോകുക. സ്വാഭാവികമായിട്ടത് നിഷേധിക്കാൻ ഒരു പൗരനും സാധ്യമല്ല. അത് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഉറപ്പാണ്. ഇന്നലെയാണല്ലോ പരാതി കൊടുത്തത്. ആ പരാതി പോലീസ് സ്വീകരിച്ച് അതിൻ്റെതായ നടപടികളിലേക്ക് കടക്കട്ടെ. നിയമപരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് പ്രതി, എന്താണ് വസ്തുത എന്നും വിശദമായി അന്വേഷണം നടക്കണ്ടേ. അതിനെന്താ തടസ്സം? അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ. ഒരു വ്യക്തി പരാതി കൊടുത്താൽ, പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത്. മാധ്യമങ്ങൾ സൃഷ്ടിച്ച പുകമറ എന്നൊക്കെ വരുത്തി തീർക്കാനൊക്കെയുള്ള ഒരു ശ്രമം കൂടി പാലക്കാട്ടെ DCC അധ്യക്ഷൻ കൂടിയായിരുന്ന, നേരത്തെ ചുമതല വഹിച്ചിരുന്ന VK ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ്. VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ്. ഈ വിഷയത്തിൽ കുറച്ചുകൂടി കടന്ന് ഈ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു പരാമർശമാണ് DCC പ്രസിഡന്റ് A തങ്കപ്പന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ പരാതി കൊടുത്ത സമയത്തിൽ സംശയമുണ്ട് എന്ന് പറയുന്നു. ഇത്ര നാൾ എവിടെയായിരുന്നു ഈ പരാതിക്കാരി എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ പരാതി നൽകിയതിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന ഒരു ആരോപണമാണ് DCC അധ്യക്ഷൻ ഉയർത്തിയത്. ഇത് ഇന്നലെ വന്നാണോ, മിനിഞ്ഞാന്ന് വന്നാണോ ഈ ആരോപണം? കേൾക്കട്ടെ, മിനിഞ്ഞാന്ന് വന്നാണോ? അല്ലല്ലോ ചേട്ടാ. ഇത് ആസങ്ങൾ അത് മാത്രമല്ല, ഒന്നും കൂടെ വേണ്ടത്, കേരള ഗവൺമെന്റ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷണം നടക്കായിരുന്നു. ആരെങ്കിലും പരാതി ഉണ്ടോ അല്ലേ? എന്തുകൊണ്ട് അന്ന് കെട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ? കൊടുക്കണ്ടേ അന്തസ്സായിട്ട്? ഉണ്ട് എന്ന് പറഞ്ഞ അന്തസ്സായി പറയണ്ടേ? അവിടെ വേണ്ടത്. ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം, ഞാൻ ആ തള്ളിക്കളയുന്നില്ല, അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി. പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത്. 6-7 മാസമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഒളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പൊ മാത്രം മറന്നേക്ക് പുറത്ത് വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ. എന്നിട്ട് ഞാൻ ചോട്ടെ ഇപ്പോഴും പറഞ്ഞു, ആ പരാതി അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടുന്നത്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെ ഒരു വിഷയം വീണ് കിട്ടിയാൽ രാഷ്ട്രീയ പാർട്ടികൾ അത് ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.
പക്ഷേ ഇര പരാതി കൊടുക്കാനുള്ള സമയം തീരുമാനിക്കേണ്ടത് ഇരയാണ്. ഇരയെ അധിക്ഷേപിക്കുന്നത് ഉൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ കിട്ടിയ ഈ അവസരം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണ് ഇടത് പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം BJPയും അത്തരം നീക്കം തന്നെ നടത്തുന്നു. ഈ വിഷയത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നത് CPM ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം എത്ര പെട്ടെന്ന് രാജിവെക്കുന്നു അത്രയും നല്ലത് എന്നതായിരുന്നു അവർ സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോഴും ഈ MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്ന UDF എന്ന ആരോപണമാണ് ഇപ്പോൾ CPM ഉയർത്തുന്നത്. അത് എന്താണ് ഈ വിഷയങ്ങളിൽ ഇവരുടെ സമീപനം എന്നത് സൂചിപ്പിക്കുന്നതാണ് എന്നതാണ് അവർ ചർച്ചയാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്നലെ പാലക്കാട് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അത്തരം സംഭവങ്ങളിലേക്ക് കൂടുതൽ കടക്കാനാണ് CPMഉം ഒപ്പം തന്നെ DYFIയും തയ്യാറെടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവരെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്ന, അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു രാഷ്ട്രീയ വിഷയം വീണ് കിട്ടുന്നത്. അത് പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും പോലെ അവരും ശ്രമിക്കുന്നത്. ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ആ കുട്ടിയും രാഹുൽ മാങ്കൂട്ടവുമായുള്ള ടെലഫോൺ സംഭാഷണം കേട്ട ഒരാൾക്കും ഇത്രയധികം വലിയൊരു പീഡനം ഒരുപക്ഷെ നമുക്ക് ഇതുവരെ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്തസ്സുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ, ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ റീൽസ് ഇട്ട് പറ്റിക്കാമെന്ന് കരുതണ്ട. കുറച്ച് സിനിമാ നടിമാരൊക്കെ ആ റീൽസ് അഭിനയിക്കാൻ കിട്ടുമായിരിക്കും. അങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഷാഫിയും ഇയാളും ഒരു ജനപ്രിയനാണ് എന്ന് വരുത്തി തീർത്ത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ്. അതുകൊണ്ട് റീൽസ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു കേസായിട്ട് ഇതിനെ കാണേണ്ടതില്ല. കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ സൈക്കോപാത്ത് ക്രിമിനൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയായിട്ടുള്ള ഷാഫിയും സംഘവും ഉൾപ്പെടെ നിയമത്തിന്റെ മുന്നിലേക്ക് വരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. BJPയും അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ രംഗത്ത് വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസിൽ രൂപപ്പെട്ട അധോലോക സംഘമാണ് എന്നതാണ് K. സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ഈ അറസ്റ്റ് വൈകുന്നത് തെളിവ് നശിപ്പിക്കാൻ പ്രതിക്ക് സഹായകമാകും എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. BJP ഒരേ സമയം അറസ്റ്റ് വൈകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നൊരു ആരോപണം കൂടി ഈ വിഷയത്തിൽ ഉന്നയിക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്താണ് അവസ്ഥയെന്നത് കോൺഗ്രസ് പാർട്ടി സ്വമേധയാ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിലെ നേതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ അവർ തന്നെ അന്വേഷണം നടത്തി നിഗമനങ്ങളിൽ എത്തിയിട്ടുള്ളതാണ്. അതിന്റെ പ്രത്യാഘാതം എന്താകും എന്നത് അവർ തന്നെ പഠിച്ചതാണ്. അതനുസരിച്ച് നടപടിയും എടുത്തതാണ്. ആ വിഷയത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ? ഒരു പരാതിക്കാരി എപ്പോൾ ആ വിഷയത്തിൽ പരാതി കൊടുക്കണമെന്നത് അവരുടെ അവകാശമാണ്. അവർ അനുഭവിച്ച, കടന്നുപോയ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നത് അവർ മൊഴിയായി നൽകിയിട്ടുണ്ട്. പരാതിയിൽ ഉൾപ്പെടെ അക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സ്ത്രീ അല്ലെങ്കിൽ ആ അതിജീവിത ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നത് പോലും എത്ര അനുചിതമാണെന്നിരിക്കെ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും AI സിദ്ധാന്തങ്ങളും അവതരിപ്പിച്ച് ഇതിന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ, കുടപിടിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം കുളം തോണ്ടുകയാണ്, സ്വയം അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് പറയാതെ വയ്യ. ഇത്തരം വ്യക്തികളുടെ തെറ്റിനെ തള്ളിപ്പറയാനുള്ള ആർജവമാണ് നേതാക്കൾ കാട്ടേണ്ടത്. ആ ആർജവം ഇല്ലാതെ പോയതും ആ എടുത്ത തീരുമാനം നടപ്പാക്കാൻ പറ്റാതെ പോയതുമാണ് കോൺഗ്രസിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്നത്. അതിൽ മാറി ചിന്തിച്ചവർക്കൊപ്പമാണ് ജനമനസ് എന്ന് പറയാതിരിക്കാൻ വയ്യ. VD സതീശനും രമേശ് ചെന്നിത്തലയും K. മുരളീധരനും ഈ വിഷയത്തിലെടുത്ത നിലപാടിനൊപ്പമായിരിക്കും ജനമനസ്, ഈ നാട്ടിലെ സ്ത്രീ മനസ്സ് എന്ന് പറയാതെ വയ്യ. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്നതാണ് കഴിഞ്ഞ 2 ഫോക്കസുകളിലൂടെ നമ്മൾ നോക്കിയതെങ്കിൽ, മൂന്നാമത്തെ ഫോക്കസിൽ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലേക്ക് പോയാൽ അവിടെയും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. കോൺഗ്രസിന് അധികാരം കൈവശമുള്ള 3 സംസ്ഥാനങ്ങളിൽ ഒന്ന് കർണാടകയാണ്. ഏറ്റവും വലിയ അധികാരം കയ്യിലുള്ള ഏറ്റവും വലിയ സംസ്ഥാനവും കർണാടകയാണ്. അവിടെ വലിയ ഭരണ പ്രതിസന്ധി ഉടലെടുത്തിട്ട് ദിവസങ്ങളായിരിക്കുന്നു.
2.5 വർഷം കഴിയുമ്പോൾ ഭരണമാറ്റം എന്നത് DK ശിവകുമാറിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉറപ്പു നൽകിയിരുന്നതാണ്. പക്ഷേ ആ അധികാര കൈമാറ്റം നടന്നിട്ടില്ല. അത് DK ശിവകുമാർ എന്ന ഉപമുഖ്യമന്ത്രിയെ അസ്വസ്ഥരാക്കുന്നു. അദ്ദേഹം അത് ഹൈക്കമാൻഡിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനായി നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ ഡിസംബർ 1 മുൻപ് ഒരു തീരുമാനമുണ്ടാകും എന്ന് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദങ്ങളാണ് ഇരു നേതാക്കളും നേതൃത്വത്തിൽ ചെലുത്തുന്നത്. പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുകയാണ്. DKയുടെ BJP ബാന്ധവം ചൂണ്ടിക്കാട്ടിയാണ് സിദ്ധാരാമയ്യ എത്തുന്നതെങ്കിൽ സിദ്ധാരാമയ്യക്കെതിരായ BJP ഉയർത്തുന്ന അഴിമതികൾ നേതൃത്വത്തിന് മുന്നിൽ കൊണ്ടുവന്നാണ് DK അതിനെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ ആർക്കൊപ്പം ഹൈക്കമാൻഡ് നിൽക്കും എന്നതാണ് വലിയ ചോദ്യം. ആർക്കൊപ്പം നിന്നാലും എന്താകും കർണാടകയിലെ അവസ്ഥ എന്നത് കാത്തിരുന്ന് കാണേണ്ടുന്ന സാഹചര്യവുമാണ്. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകാതെ ഭരണം കൈവിട്ടു പോകാതെ ഒരു പ്രശ്ന പരിഹാരത്തിന് സാധ്യമാകുമോ എന്നതാണ് പരിശോധിക്കേണ്ടത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് 2 പേരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഇതിലൊരു തീർപ്പുണ്ടാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഖർഗെ, ദേശീയ അധ്യക്ഷൻ ഖർഗെ അദ്ദേഹത്തിന്റെ തന്നെ അവസ്ഥ എന്താണ് എന്നത് ആ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാഹുലും പ്രിയങ്കയും ഒക്കെ ആയിരിക്കും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് ഖർഗെ പറയാതെ പറഞ്ഞത്. എന്തായാലും ആ തീരുമാനം നടക്കാനിരിക്കെയാണ് വലിയ സമ്മർദ്ദം ഇരു നേതാക്കളും ചെലുത്തുന്നത്. DK ശിവകുമാറുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കുള്ളിൽ ഗണഗീതം ആലപിച്ചത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നതാണ്. ആ ഗണഗീതം ആലപിച്ചതുൾപ്പെടെ ഇദ്ദേഹത്തിന് DK ശിവകുമാറിന് BJPയുമായുള്ള ബന്ധം അല്ലെങ്കിൽ അവരുമായുള്ള അടുപ്പം, ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ DK എന്തൊക്കെ ചെയ്യും, അവർക്കൊപ്പം പോകും തുടങ്ങിയ സാഹചര്യങ്ങളും സാധ്യതകളും ചൂണ്ടിക്കാട്ടിയാണ് സിദ്ധാരാമയ്യ ഹൈക്കമാൻഡിന് കത്ത് നൽകിയിരിക്കുന്നത്. ഹൈക്കമാൻഡിനെ അക്കാര്യങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നത്, വലിയ സമ്മർദ്ദം ചെലുത്തുന്നത്. തൻ്റെ ഒപ്പമാണ് MLAമാർ, തൻ്റെ ഒപ്പമാണ് അവിടുത്തെ മറ്റ് സമുദായ ആളുകൾ എല്ലാം ഉള്ളത് എന്ന തൻ്റെ ഹോൾഡ് എന്താണ് കർണാടകയിൽ എന്നത് ഹൈക്കമാൻഡിനെ ആവർത്തിച്ചുറപ്പിക്കുകയാണ് സിദ്ധാരാമയ്യ ചെയ്യുന്നത്. 3 വർഷമെങ്കിലും അധികാരത്തിൽ തുടരാൻ ഉള്ള, അതായത് ഇനി 1 വർഷം കൂടി അധികാരത്തിൽ തുടരാനുള്ള വലിയ സമ്മർദ്ദമാണ് സിദ്ധാരാമയ്യ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. മറുപക്ഷത്ത് DK ശിവകുമാർ, BJP നേതൃത്വം സിദ്ധാരാമയ്യക്കെതിരെ ഉയർത്തുന്ന വലിയ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വൊക്കലിംഗ സമുദായത്തിന്റെ പിന്തുണ തനിക്കാണ് എന്നത് ഓർമ്മിപ്പിക്കുന്നു. മാത്രവുമല്ല MLAമാരിൽ പലരും തനിക്കൊപ്പമാണ് എന്നത് സൂചിപ്പിക്കുന്നു. G. പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവകാശവാദങ്ങളാണ് ഇപ്പോൾ ഇരു നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ഈ പ്രശ്നം ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം ഇരു നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 2023 മെയ് 20 സിദ്ധാരാമയ്യ സർക്കാർ അധികാരത്തിലേറിയത്. 2.5 വർഷം ഭരണം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ശിവകുമാർ മുഖ്യമന്ത്രി പദം കൈമാറണമെന്ന ആവശ്യം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നേതൃമാറ്റം ഉചിതമായ സമയത്തുണ്ടാകും എന്ന് DKക്ക് നേരത്തെ നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു. എപ്പോഴാണെന്ന് പക്ഷേ അത് വ്യക്തമാക്കിയിട്ടില്ല. ഈ മുഖ്യമന്ത്രിയെ മാറ്റില്ലെന്ന രീതിയിൽ പിന്നീട് പരസ്യമായി പ്രതികരിച്ചത് സിദ്ധാരാമയ്യ പക്ഷത്ത് ആത്മവിശ്വാസം നൽകിയ ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വാക്ക് എന്നത് സത്യമാണെന്നും വാക്കാണ് പാലിക്കപ്പെടേണ്ടതെന്നും വാക്കാണ് സത്യമെന്നും നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് DK രംഗത്ത് വരുന്നത്. അതിനു മുൻപുള്ള സമ്മർദ്ദങ്ങൾ ഫലം കാണില്ല എന്ന് തോന്നിയപ്പോഴാണ് പരസ്യമായിട്ടുള്ള ഇത്തരം പ്രതികരണത്തിലേക്ക് കൂടി DK ശിവകുമാർ എത്തുന്നത്. അത് അദ്ദേഹം ഒരു എക്സ്പോസ്റ്റായിട്ടും ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ആരായാലും, ഏത് പൊസിഷനിലുള്ള വ്യക്തിയായാലും, ജഡ്ജിയായാലും, മനുഷ്യരാരായാലും വാക്ക് പാലിക്കുക എന്നതാണ് ചെയ്യേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഹൈക്കമാൻഡിന് DK ಶಿವಕುಮಾರ್ നൽകിയത്. പിന്നീട് ഒരു പാർട്ടി പരിപാടിയിലും അദ്ദേഹം അക്കാര്യം ആവർത്തിച്ചു. ಪವರ್ ಇಸ್ ವರ್ಡ್ ಪವರ್ ಅಂತ. ಈಗೇನೊಂದು ಮಾತು ಕೊಡ್ತೇವೆ, ಮಾತು ಉಳಿಸ್ಕೊಳ್ತೀವಿ, ಮಾತು ಆಡ್ತೀವಿ, ಅದೇ ವಿಶ್ವದಲ್ಲೇ ಒಂದು ಪವರ್ ಅದು. ಒಬ್ಬ ಜಡ್ಜಿ ಕೊಡ್ಲಿ, ಪ್ರೆಸಿಡೆಂಟ್ ಆಫ್ ಇಂಡಿಯಾ ಕೊಡ್ಲಿ, ನಾನು ಕೊಡ್ಲಿ, ನೀವು ಕೊಡ್ಲಿ, ಮನೇಲಿ ಮಾತಾಗ್ಲಿ, ದಟ್ ಈಸ್ ದಿ ಬಿಗ್ಗೆಸ್ಟ್ ಪವರ್. ಆ ಪವರ್ಗೆ ನಾವು ಈ ರೀತಿ ಕೊಟ್ಟಂತ ಮಾತುಗಳಿಗೆ
ನಾವೆಲ್ಲ ಕೂಡ ರಕ್ಷಣೆ ಮಾಡಿಕೊಂಡು ನಾವು ಹೋಗ್ತಾ ಇದ್ದೇವೆ. ಇಲ್ಲಿ ನಿಂತಿರೋರು ಈ ಚೇರ್ ಬೆಲೆ ಗೊತ್ತಿಲ್ಲ ಇವ್ರಿಗೆ, കുർച്ചി ಎಷ್ಟು വാല്യൂ ಇದೆ ಅಂತ ಗೊತ್ತಿല്ല. നേതൃത്വത്തിനുള്ള ഓർമ്മപ്പെടുത്തലാണ് DK ശിവകുമാറിന്റെ ഈ വാക്കുകൾ. അത് പോസ്റ്റായും വാക്കുകളായും ഒക്കെ വരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾ നേരിട്ട് കാണുമ്പോൾ പക്ഷേ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ മറ്റൊരു സിദ്ധാന്തമാണ് അവതരിപ്പിക്കുന്നത്. തങ്ങൾക്ക് തന്നിൽ പ്രശ്നമില്ല, എല്ലാം ഞങ്ങൾക്ക് പാർട്ടിയാണ് ഞങ്ങൾക്ക് പ്രധാനം, തനിക്ക് ഒരു തിടുക്കവുമില്ല ഒരു കാര്യത്തിലും എന്ന് സൂചിപ്പിച്ച് മാധ്യമങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ മാധ്യമ ചർച്ചകൾ മാത്രമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് DK ചെയ്യുന്നത് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ. My reaction is nothing. For us, party is more important than everything. I am not claiming anything right now. Whatever the party, in the interest of the best interest of the party, we will all work together and see that the success of our party is more important than individual things. അപ്പോൾ മാധ്യമങ്ങളോട് മുന്നിൽ DK ശിവകുമാർ ഇങ്ങനെ മറുപടി നൽകുന്നു. അതേസമയം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്താനുള്ള നീക്കങ്ങൾ BJP ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. BJP DKയെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. DKയെ ഒപ്പം നിർത്താനുള്ള ചില പരാമർശങ്ങൾ BJP നേതാക്കൾ നടത്തിയിരുന്നു. സദാനന്ദ ഗൌഡ ഉൾപ്പെടെയുള്ളവർ അത്തരം കാര്യങ്ങൾ പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കോൺഗ്രസിലാകെ തമ്മിലടി ആണ് എന്ന സാഹചര്യം ചർച്ചയാക്കാനാണ് BJP നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവർക്കും DK മറുപടി നൽകുന്നുണ്ട്. തന്റെ കാര്യം ആലോചിച്ച് ജനതാദളും BJPയും ഒന്നും ബുദ്ധിമുട്ടണ്ട എന്ന കാര്യമാണ് DK പറഞ്ഞത്. ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് ഹൈക്കമാൻഡ് ഉണ്ട്, ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അത് പരിഹരിച്ചു കൊള്ളാം എന്ന കാര്യമാണ് പറഞ്ഞത്. പുറമേക്ക് മറ്റ് പ്രശ്നങ്ങളില്ല, കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം നൽകാൻ DK ശ്രമിക്കുമ്പോൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം സിദ്ധാരാമയ്യ പുലർത്തുകയാണ്. താൻ 5 വർഷവും ഭരണത്തിൽ തുടരും, അടുത്ത വർഷം ബജറ്റ് അവതരിപ്പിക്കും തുടങ്ങിയ ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ സിദ്ധാരാമയ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് MLA-മാരുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നതാണ് ആത്മവിശ്വാസം. മാത്രവുമല്ല സാമുദായിക സമവാക്യങ്ങൾ നോക്കുമ്പോൾ തനിക്കത് അനുകൂലമാകും എന്ന ഒരു വിശ്വാസമാണ് സിദ്ധാരാമയ്യയ്ക്കുള്ളത്. പക്ഷേ ഹൈക്കമാൻഡിൽ ഒരു വിഭാഗത്തിന് രാഹുലിനുൾപ്പെടെ DKയോട് താല്പര്യമുണ്ട് എന്നതാണ് സിദ്ധാരാമയ്യയെ അലട്ടുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും കർണാടകയിലെ സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാണ് എന്നതാണ് സിദ്ധാരാമയ്യയുടെ ആത്മവിശ്വാസം. അത് അദ്ദേഹം ആവർത്തിച്ച് പ്രകടിപ്പിക്കുന്നു. താൻ ഇവിടെ തന്നെ ഉണ്ടാകും, 5 വർഷവും പൂർത്തിയാക്കും, 5 വർഷത്തേക്കുള്ള മാൻഡേറ്റാണ് തനിക്ക് ലഭിച്ചത് എന്നതാണ് സിദ്ധാരാമയ്യ പറയുന്നത്. നമുക്കറിയാം പല വലിയ സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ നിന്ന് ചോർന്നു പോയിട്ടുള്ളത് അവിടുത്തെ നേതൃത്വങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൃത്യസമയത്ത് ഇടപെടാൻ ഹൈക്കമാൻഡിന് കഴിയാതെ പോയതിലൂടെയാണ്. അങ്ങനെ കോൺഗ്രസിന് നഷ്ടപ്പെട്ട നേതാക്കളുമുണ്ട്. അപ്പോൾ ജ്യോതിരാദിത്യയെ പോലെയുള്ള യുവമുഖങ്ങളെ നഷ്ടപ്പെടുത്തിയത് ഇത്തരം വീണ്ടുവിചാരമില്ലാത്ത അല്ലെങ്കിൽ കൃത്യമായ പ്രശ്നപരിഹാരങ്ങൾ സാധ്യമല്ലാതെ പോയതുകൊണ്ടാണ്. സച്ചിൻ പൈലറ്റും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ രാജസ്ഥാനിൽ എന്താണ് എന്ന് നമുക്കറിയാം. അവിടെയൊക്കെ നേരിട്ട തിരിച്ചടി എന്താണെന്നറിയാം. അപ്പോഴാണ് നേതാക്കന്മാർ തമ്മിൽ അധികാരത്തിനുള്ള വടംവലി ദിവസങ്ങളായി കർണാടകയിൽ തുടരുന്നത്. അതും ഭരണത്തിലുള്ള 3 സംസ്ഥാനങ്ങളിലാണ്. അവിടെയാണ് ഈ പ്രശ്നം ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രശ്നപരിഹാരം കോൺഗ്രസിന് എങ്ങനെ സാധ്യമാകുന്നു എന്നതാണ് അറിയേണ്ടത്. ഡിസംബർ 1 മുൻപ് സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. നേതാക്കന്മാരെ അനുനയിപ്പിക്കാനും പ്രശ്നം മറ്റു രീതിയിലൊന്നും പോകാതെ അവസാനിപ്പിക്കാനും കോൺഗ്രസിന് കഴിയുമോ എന്നതാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ കർണാടകയും കോൺഗ്രസിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും നേതൃത്വം എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. വൈറ്റ് ഹൌസിന് സമീപം നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിവയ്പ് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. അത്തരം സുരക്ഷാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആ കടന്നുകയറ്റവും ആക്രമണവും വലിയ ചർച്ചയും പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുകയും ട്രംപ് അതിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ 2 സെക്യൂരിറ്റി ഗാർഡുകൾക്കാണ് പരിക്കേറ്റത്. 2 പേരും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. അതിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി ഗാർഡിനെ, നാഷണൽ ഗാർഡ് അംഗങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണം അത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ആ വിഷയം ഇപ്പോൾ കുടിയേറ്റക്കാർക്കെതിരായ നിയമം കർശനമാക്കുന്നതിന് ഒരു അവസരമാക്കി ഉപയോഗിക്കുകയാണ് ട്രംപ്. നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് കുടിയേറ്റ
വിരുദ്ധത അദ്ദേഹത്തിന് എപ്പോഴും പ്രകടിപ്പിക്കാറുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടെ അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വലിയ വിയോജിപ്പ്, എതിർപ്പ് അതിനെതിരെ ഉയരുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ഹൗസിൽ ഈ ആക്രമണം നടത്തിയത് അഫ്ഗാനിസ്ഥാൻ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് എന്നത് വ്യക്തമായിരിക്കുന്നു. അയാൾ ബൈഡന്റെ ചില നിയമങ്ങളിലൂടെ കുടിയേറി വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ബൈഡൻ ഉറങ്ങുകയായിരുന്നു ആ ഘട്ടത്തിൽ എന്ന വലിയ കുറ്റപ്പെടുത്തൽ പോലും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുടിയേറ്റക്കാരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. അഫ്ഗാൻ സ്വദേശിയായ 29-കാരൻ റഹ്മാനുള്ള ലഗാൻവാൾ ആണ് ഇന്നലെ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ. 15ഓളം തവണ ഈ അക്രമി വെടിയുതിർത്തുന്നു. അപ്പോൾ ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ നീക്കം. 2021 ബൈഡന്റെ ഭരണകാലത്ത് ഓപ്പറേഷൻ അലൈസ് വെൽക്കം പദ്ധതി വഴിയാണ് ഇയാൾ US-ലെത്തിയത്. വൈറ്റ് ഹൗസിൽ നിന്ന് ഏറെ അകലെയല്ലാതുള്ള മെട്രോ സ്റ്റോപ്പിനടുത്ത് വെച്ചാണ് ഇന്നലെ വെടിവയ്പുണ്ടായത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഇത്തരം നിലപാട് കടുപ്പിക്കുന്നത്. മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം സ്ഥിരമായി നിർത്തിവെപ്പിക്കും എന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട്. കുടിയേറ്റം അമേരിക്കയുടെ പുരോഗതിക്ക് തുരങ്കം വെച്ചു എന്ന് അദ്ദേഹം പറയുന്നു. പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്ന് ട്രംപ് പറയുന്നു. ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കുകയും പൊതുജനങ്ങൾക്ക് ഭാരമാകുന്നവരോ സുരക്ഷാ ഭീഷണിയാകുന്നവരോ പാശ്ചാത്യ സംസ്കാരവുമായി പൊരുത്തപ്പെടാത്തവരോ ആയ ഏതൊരാളെയും നാട് കടത്തുമെന്നും ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. നമ്മൾ സാങ്കേതികമായി പുരോഗമിച്ചു, അപ്പോഴും കുടിയേറ്റ നയം ആ നേട്ടങ്ങളുടെ പൊലിമ ഇല്ലാതാക്കിയെന്ന് പറയുന്നു. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് അത് തടസ്സമായി നിന്നു എന്ന് ട്രംപ് പറയുന്നു. US സംവിധാനത്തിന് പൂർണ്ണമായി കരകയറാൻ അനുവദിക്കുന്നതിനായി എല്ലാ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം താൻ ശാശ്വതമായി നിർത്തിവെപ്പിക്കുമെന്നതാണ് ട്രംപ് ഇക്കാര്യത്തിൽ ഉയർത്തുന്ന ഭീഷണി. ഉറക്കം തൂങ്ങിയായ ജോ ബൈഡന്റെ ദശലക്ഷക്കണക്കിന് നിയമവിരുദ്ധമായ പ്രവേശനങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറയുന്നു. അമേരിക്കയ്ക്ക് മുതൽക്കൂട്ടല്ലാത്തവരെയോ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയാത്തവരെയോ നീക്കം ചെയ്യുമെന്നതാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ബൈഡന്റെ ഓട്ടോ പെൻ അംഗീകാര പ്രക്രിയയിലൂടെ പ്രവേശനം ലഭിച്ച ദശലക്ഷക്കണക്കിന് കുടിയേറി വന്ന മനുഷ്യർ അവിടെയുണ്ട്. അപ്പോൾ നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങളാണ് അതെല്ലാം. അതൊക്കെ അവസാനിപ്പിക്കും എന്നതാണ് ട്രംപിന്റെ ഭീഷണി. അവരിൽ ഭൂരിഭാഗവും ഈ ക്ഷേമ പദ്ധതികളെയൊക്കെ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം കുടിയേറ്റക്കാർക്കായി വിനിയോഗിക്കപ്പെടുന്നതിലെ ആശങ്കയും അമർഷവുമാണ് ട്രംപ് ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള അത്തരം സഹായങ്ങളൊക്കെ നിർത്തിവെക്കുമെന്ന ഭീഷണിയാണ് ട്രംപ് പറയുന്നത്. രാജ്യസ്നേഹികളായ അമേരിക്കൻ പൗരന്മാരിൽ നിന്നുമുള്ള ഭീമമായ തുക കൊണ്ടാണ് ഇവർ കഴിഞ്ഞു പോകുന്നത് എന്നതുൾപ്പെടെ ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഗ്രീൻ കാർഡുള്ള $30,000 സമ്പാദിക്കുന്ന ഒരു കുടിയേറ്റക്കാരൻ അവരുടെ കുടുംബത്തിനായി ഏകദേശം $50,000 വാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ അധിക ചെലവൊക്കെ കുറയ്ക്കും, താൻ ഈ മൂന്നാം ലോക രാഷ്ട്രങ്ങളോട് ഇനി നിലപാട് കടുപ്പിക്കും എന്നതാണ് ട്രംപ് പറയുന്നത്. എന്തായാലും അമേരിക്കൻ കുടിയേറ്റം കാത്തു കഴിയുന്ന വലിയൊരു ജനവിഭാഗത്തിനെ സംബന്ധിച്ച് ട്രംപിന്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ വലിയ ആശങ്കയുണർത്തുന്നതാണ്. വലിയ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു വലിയ അനിഷ്ട സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അത്തരം നീക്കങ്ങൾ. പക്ഷേ ട്രംപിന്റെ പ്രഖ്യാപിത ആയിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിനൊരു അവസരമായി ഇന്നലെ വൈറ്റ് ഹൗസിൽ നടന്ന ആക്രമണത്തെയും ആ സാഹചര്യത്തെയും അതിലെ പ്രതിയുടെ പശ്ചാത്തലത്തെയും ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ മനുഷ്യരെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരികയാണ്. ഡിസംബർ 4-ന് പുടിൻ ഇന്ത്യ സന്ദർശിക്കും. 4-5 ദിവസങ്ങളിൽ പുടിൻ ഇന്ത്യയിൽ ഉണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. റഷ്യ ഇന്ത്യ ബന്ധത്തിൽ ഒരു നിർണായകമായ ചുവടുവയ്പായിരിക്കും ഈ കൂടിക്കാഴ്ച എന്ന വിലയിരുത്തലുകൾ ഉണ്ട്.
വിദേശകാര്യ മന്ത്രാലയം പുടിന്റെ വരവ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഈ സന്ദർശനം എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി വിലയിരുത്താനും പുടിന്റെ സന്ദർശനം ഗുണം ചെയ്യുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കും. രാഷ്ട്രപതി ഭവനിൽ വിരുന്ന് നൽകും. അങ്ങനെ ട്രംപിനെ വീരോചിതമായി സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് വിദേശകാര്യ മന്ത്രാലയം പങ്കുവെക്കുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ നിലവിലെ അവസ്ഥയും ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്താനുള്ള പദ്ധതികളും ഇരു നേതാക്കളും ചർച്ചകളുടെ ഭാഗമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിലെ പുരോഗതി വിലയിരുത്താനും തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനുമുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് ചർച്ചയിലൂടെ സാധിക്കുമെന്ന് പറയുന്നു. കൂടാതെ പരസ്പര താൽപര്യപ്രകാരമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ കൈമാറും. കൂടിക്കാഴ്ച ഇതിനൊക്കെ അവസരമൊരുക്കും എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇരു രാഷ്ട്രങ്ങളുടെയും താല്പര്യങ്ങളെന്ന് നോക്കിയാൽ ആയുധ വ്യാപാരം തന്നെയാണ്. യുക്രൈനുമായുള്ള യുദ്ധമുഖത്ത് ഒരു മധ്യസ്ഥനായി ഇന്ത്യയുടെ സാന്നിധ്യം, ഇതൊക്കെ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുക, അങ്ങനെയുള്ള ആയുധ വ്യാപാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക എന്നത് റഷ്യയുടെ താല്പര്യമാണ്. ഉപരോധം ഭയന്ന് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് നിർത്തിയ ഇന്ത്യ കുറച്ചിരുന്നു. ആ ഇന്ത്യയുടെ നടപടി ചർച്ചകളിലൂടെ പരിഹരിച്ച് അത് വ്യാപാരം വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നത് റഷ്യയുടെ ലക്ഷ്യമാണ്. ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്നാൽ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കുകയാണ്. ഒപ്പം തന്നെ അമേരിക്ക ഉയർത്തിയ താരിഫ്, അതിന്റെ ഭീഷണി നിലനിൽക്കുകയാണ്. വ്യാപാര കരാർ യാഥാർത്ഥ്യമായിട്ടില്ല. ഈ ഒക്കെ സാഹചര്യത്തിൽ റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക, നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇന്ത്യയുടെ താല്പര്യം. അപ്പോൾ അവിടെ സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തുക, പ്രതിരോധ രംഗത്തെ സഹകരണം മെച്ചപ്പെടുത്തുക, ഇതൊക്കെ പുടിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യയുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലോകശക്തിയാണ് റഷ്യ. അപ്പോൾ ആ തരത്തിലുമൊക്കെയുള്ള സഹകരണം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അപ്പോൾ US-നെതിരെ ഒരു ഏഷ്യൻ അച്ചുതണ്ട് എന്ന നിലയിൽ നമുക്കറിയാം, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഷീ ജിൻപിങ്ങും ഒപ്പം പുടിനും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ അങ്ങനെ ഒരു ഏഷ്യൻ അച്ചുതണ്ടായി പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അച്ചുതണ്ടിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് രാഷ്ട്ര തലവന്മാരാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൂടി വലിയ പ്രാധാന്യം ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കുന്നതാണ്. ഒരു അമേരിക്കയ്ക്ക് ഒരു ബദലായി ഈ അച്ചുതണ്ട് വരും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രംപ് ഉയർത്തുന്ന ഇപ്പോഴത്തെ ഭീഷണികളൊക്കെ മറികടക്കാൻ ഈ രാഷ്ട്രങ്ങൾക്ക് പരസ്പര സഹകരണത്തിലൂടെ കഴിയും എന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടും. അത് ട്രംപ് ഉയർത്തുന്ന ഭീഷണികൾക്കൊരു ബദലായി അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നതാണ് കരുതുന്നത്. അങ്ങനെയുള്ള ഒരു താല്പര്യം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആംഗിൾ കൂടി പുടിന്റെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പദ്ധതി പ്രകാരം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത യുക്രൈൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അതിനൊക്കെയുള്ളൊരു മധ്യസ്ഥ സ്ഥാനത്ത് റഷ്യ കാണുന്ന രാഷ്ട്രം കൂടിയാണ്. അപ്പോൾ അതിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടില്ല റഷ്യ എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആ രീതിയിലൊക്കെയുള്ള ചർച്ച നടക്കുന്ന സമയത്താണ് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ആ നിലയിൽ ഇന്ത്യയുടെ പ്രതികരണം, ആ വിഷയങ്ങൾ ചർച്ചയാവുകയാണെങ്കിൽ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമാണ് എന്തായാലും ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഉള്ളത്. ആ രീതിയിൽ എന്തായാലും ഈ 2 ദിവസം നടക്കുന്ന ചർച്ചകളും വളരെ പ്രാധാന്യമുള്ളതാണ്. ലോക ശ്രദ്ധയിലേക്ക് തന്നെ വരുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് കളമൊരുങ്ങുന്നത്. നമുക്കിനി സായനയാത്ര കാണാം. കേരളത്തിന് പുറത്ത് കേരളപുരം എന്ന ഒരു സ്ഥലമുണ്ട്. അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ നാഗർകോവിലിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കേരളപുരം. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അതിശയ ഗണപതിയുടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾ വരുന്ന സ്ഥലമാണ്. ഒരു ദിവസത്തെ ട്രിപ്പായിട്ടോ വൈകുന്നേരത്തേക്കുള്ളൊരു യാത്രയായിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ അടുത്ത് തന്നെയുള്ള തമിഴ്നാട്ടിലെ നാഗർകോവിലുള്ള സ്ഥലം. ഞങ്ങളുടെ പ്രതിനിധി വി അരുണാണ് നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. സുന്ദരമായ കാഴ്ചകളാണ്. കണ്ടതിന് ശേഷം തിരിച്ചെത്താം.
കേരളപുരത്തെ പ്രശസ്തമായ മഹാദേവ ക്ഷേത്രമാണിത്. ഈ മഹാദേവ ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു ഗണപതി ക്ഷേത്രം കൂടിയുണ്ട്. അതിശയ ഗണപതി എന്ന് വിളിക്കപ്പെടുന്ന നിറം മാറുന്ന വിഗ്രഹമുള്ള ഗണപതി ക്ഷേത്രം. കർക്കടകം തുടങ്ങുന്നത് മുതൽ ധനുമാസം വരെ കറുത്ത നിറത്തിലായിരിക്കും ഇവിടത്തെ ഗണപതി. മകരം മുതൽ മിഥുനം വരെയുള്ള ഉത്തരായനത്തിൽ വെളുത്ത നിറത്തിലാണ് ഗണേശനെ കാണാൻ കഴിയുക. ഈ സമയം ക്ഷേത്രത്തിലെ കിണറ്റിലെ വെള്ളത്തിനും നിറമാറ്റമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഗണേശൻ കറക്കുമ്പോൾ വെള്ളം തെളിയും, ഗണേശൻ വെളുക്കുമ്പോൾ വെള്ളം കറുക്കും. അവിടം കൊണ്ടും തീരുന്നില്ല അതിശയ ഗണപതി ക്ഷേത്രത്തിലെ അതിശയങ്ങൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പടുകൂറ്റൻ അരയാലുണ്ട് ഇവിടെ. ഗണേശൻ കറക്കുമ്പോൾ അരയാലിന്റെ മുഴുവനിലയും പൊഴിയും. വെളുത്ത ഗണേശനുള്ളപ്പോൾ അരയാൽ തളർക്കും. വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ള കല്ലിന്റെ പ്രത്യേകത കൊണ്ടാണ് ഈ നിറം മാറ്റം സംഭവിക്കുന്നതെന്നാണ് ഒരഭിപ്രായം. ദക്ഷിണായനത്തിലും ഉത്തരായനത്തിലും ഇതെങ്ങനെ കൃത്യമായി സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. 12ാം നൂറ്റാണ്ടിലാണ് ഈ ഗണേശനെ പ്രതിഷ്ഠിച്ചതെന്നാണ് കരുതുന്നത്. കേരളവർമ്മ രാജാവ് രാമേശ്വരം ക്ഷേത്രം സന്ദർശിക്കവേ ദേഹശുദ്ധിക്കായി കടലിലിറങ്ങി. രാമേശ്വരത്ത് കടലിലൂടെ മുട്ടളവ് വെള്ളത്തിൽ ഏറെ ദൂരം നടക്കാനാവും. അങ്ങനെ നടക്കുമ്പോൾ രാജാവിന്റെ കാലിലെന്തോ തടഞ്ഞു. നോക്കിയപ്പോൾ അതൊരു ഗണേശ വിഗ്രഹമാണെന്ന് കണ്ടു. രാവണൻ ലങ്കയിൽ പൂജിച്ചിരുന്ന ഗണേശ വിഗ്രഹമാണെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞു. ആ വിഗ്രഹം രാമേശ്വരത്ത് എത്തിയതാകാം. ആ ഗണപതിയെയാണ് കേരളവർമ്മ രാജാവ് കേരളപുരത്തെ മഹാദേവർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചതെന്നും ഐതിഹ്യം. പ്രതിഷ്ഠ നടന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ വിഗ്രഹത്തിന് നിറം മാറ്റമുണ്ടായി. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഗണപതി ക്ഷേത്രത്തിന്. ഗോപുരമില്ലാതെ കേരളീയ രീതിയിൽ പണികഴിപ്പിച്ചതാണ് കേരളപുരം ക്ഷേത്രം. ചാനൽ ക്യാമറകൾക്ക് വിലക്കുള്ളത് കൊണ്ടാണ് അതിശയ ഗണപതിയെ നമുക്ക് കാണാൻ പറ്റാത്തത്. എന്തായാലും നേരിട്ട് ചെന്നാൽ പ്രേക്ഷകർക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും വൈകുന്നേര സമയങ്ങളിൽ ഒരു ക്ഷേത്ര പരിസരത്തൊക്കെ പോകുന്നത് തന്നെ മനസ്സിന് വലിയ ശാന്തത നൽകുന്നതാണ്. ക്ഷേത്ര പരിസരമല്ല, ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണല്ലോ അത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ദൃശ്യങ്ങളോടെയാണ് നമ്മളുടെ വൈകുന്നേരം ഇന്ന് അവസാനിക്കുന്നത്. ഇനി നാളെ കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.